കേരളത്തിലെ സർക്കാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന പുതിയൊരു സ്ഥാപനം രൂപം നൽകുകയും ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നടന്നു വരുന്ന കായിക അടിസ്ഥാന വികസന മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകാൻ ഇതുകൊണ്ട് കഴിയുന്നുണ്ട് സർ. 2000 കോടി രൂപയോളം ഉള്ള പ്രവൃത്തികൾ ഇപ്പോൾ SKFന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ബഡ്ജറ്റിൽ വരുന്ന കായിക അടിസ്ഥാന വികസന പദ്ധതികൾ, കിഫ്ബി പദ്ധതികൾ, ഒരു പഞ്ചായത്തിൽ ഒരു പദ്ധതി എന്ന കളിക്കളം, MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ, കായിക ഡയറക്ടറേറ്റ്, സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കായിക വകുപ്പിന്റെ പദ്ധതികൾക്കുള്ള കായിക ഉപകരണങ്ങൾ പർച്ചേസ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് SKF ഏറ്റെടുത്ത് നടത്തുന്നത്. രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിച്ച കായിക ഉച്ചകോടി, സന്തോഷ് ട്രോഫി, ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻസ്, അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവൽ തുടങ്ങി സംഘടന നിരവധിയായ കാര്യങ്ങൾ SKF നടത്തിയിട്ടുണ്ട് സർ. കേരളത്തിൽ സർക്കാർ എത്ര സിന്തറ്റിക് ട്രാക്കുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ? സർ, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു സിന്തറ്റിക് ട്രാക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സംസ്ഥാനത്ത് 16ഓളം സിന്തറ്റിക് ട്രാക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട് സർ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, കായിക രംഗത്ത് ഈ സർക്കാർ ആരംഭിച്ച വിപുലമായ പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. ഈ പദ്ധതിയുടെ പുരോഗതി വിശദമാക്കാമോ സർ? യെസ് മിനിസ്റ്റർ. സർ, നമ്മുടെ സംസ്ഥാനത്ത് 425 പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 167 പഞ്ചായത്തുകൾക്ക് കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഏകദേശം 67 കളിക്കളങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്ക് സ്വന്തമായി സ്ഥലമില്ലാത്ത ധാരാളം കളിക്കളങ്ങളുടെ നിർമ്മാണം അതുകൊണ്ട് തന്നെ വൈകുന്നുണ്ട് സർ. ഇത് സ്വന്തമായി പഞ്ചായത്തുകൾക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിച്ചു വരികയാണ് സർ. ശ്രീ ലിൻഡോ ജോസഫ്. സർ, കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി ഇളിഭ്യരായി നിൽക്കുന്ന പ്രതിപക്ഷം ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ഏറ്റവും അപമാനകരമായ കാര്യമാണ് സർ. സാർ, അങ്ങയുടെ മുഖം കാണാൻ വേണ്ടി കഴിയുന്നില്ല. സാർ, എൻ്റെ ചോദ്യം, കായിക വകുപ്പിന്റെ ഫിറ്റ്നസ് സെന്ററുകൾ ഏറെ ജനകീയമായ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി എല്ലാ ജില്ലയിലും എല്ലാ മണ്ഡലത്തിലും നടപ്പിലാക്കുന്നതിന് കായിക വകുപ്പ് പ്രത്യേകമായ നടപടി സ്വീകരിക്കുമോ എന്നാണ്? യെസ് മിനിസ്റ്റർ. തീർച്ചയായും സർ, ഈ കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സർ. എം വിജയൻ. സർ, ഭിന്നശേഷിക്കാരുടെ സ്പോർട്സ് ഇന്ന് വലിയ നിലയിലുള്ള പ്രചാരം ലഭിക്കുകയാണ് സർ. പാരാ കായിക മേഖലയുടെ പ്രോത്സാഹനത്തിന് സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ എന്തെല്ലാമാണ് സർ? അതോടൊപ്പം നമ്മുടെ ഈ ഗ്രൗണ്ടുകൾ പഞ്ചായത്ത് തോറും നമ്മളിപ്പോൾ നൽകുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ വായനശാലകളുടെ, ക്ലബ്ബുകളുടെ കയ്യിലുള്ള സ്ഥലങ്ങൾ അത് MLA ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ടുകളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ കൂടുതൽ കായിക മേഖലയിൽ നമുക്ക് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിന്റെ സാധ്യതയെക്കുറിച്ച് സർക്കാർ പരിശോധിക്കുമോ സർ? പ്രതിപക്ഷത്തിന്റെ ഈ ജനാധിപത്യ വിരുദ്ധ സമീപനത്തെ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നതിന് വളരെ ഗൗരവമായി കാണണം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദയനീയമായ അവസ്ഥയാകുന്ന സാഹചര്യമാണ് പ്രതിപക്ഷത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നത് ചെയ്യും. സർ, ഭിന്നശേഷി സ്പോർട്സ് ഇന്ന് വലിയ പ്രചാരമാണ് ലഭിച്ചു വരുന്നത് സർ. ഇന്ത്യയുടെ റെക്കോർഡ് പ്രകടനമായിരുന്നു പാരാ ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടത് സർ. കേരളത്തിൽ ആദ്യമായി ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം നമ്മൾ പണിയുകയാണ് സർ ഒറ്റപ്പാലത്ത്. അതോടൊപ്പം തന്നെ ഇന്നലെ സഭയിൽ നടന്നത് ഇന്നും നിയമസഭയിൽ ആവർത്തിക്കുകയാണ്. പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ബാനർ ഉയർത്തിയും മുദ്രാവാക്യം മുഴക്കിയുമുള്ള പ്രതിഷേധം. ദേവസ്വം മന്ത്രിയുടെ രാജിയൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.